വിതയും കൊയ്ത്തും ബൈബിളിലെ ഒരു പ്രധാന പ്രതിപാദ്യ വിഷയത്തിൽപ്പെട്ടതാണ്. എന്നാൽ വിതയ്ക്കുന്നവൻ വിതയ്ക്കേണ്ടുന്നത് പോലെ വിതച്ചില്ലെങ്കിൽ കൊയ്യേണ്ടുന്നത് പോലെ കൊയ്യുവാൻ കഴിയില്ല. എന്നാൽ ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും. നാം പലപ്പോഴും ജഡത്തിൽ വിതയ്ക്കുവാൻ ഇറങ്ങാറുണ്ട്. നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ, കഴിവുള്ളപ്പോൾ, പ്രാപ്തിയുള്ളപ്പോൾ നാം മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്നെണ്ണേണ്ടതിന് പകരം നാം മറ്റുള്ളവരെ വിധിച്ച് നാം മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കും. എന്നാൽ നാം ചെയ്യുന്നത് ജഡത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ജഡത്തിൻ്റെ ഫലം നമുക്ക് ലഭ്യമാകുന്നത് നാശം കൊയ്യും എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഒരുവൻ ആത്മാവിൽ വിതയ്ക്കുവാൻ തയ്യാറായാൽ ആത്മാവിൽ വിതയ്ക്കുന്നവൻ നിത്യജീവനെ കൊയ്യും. അതെ, ഈ ലോകത്തിൽ ജഡത്തിൽ വിധിക്കുന്നവൻ്റെ പ്രവർത്തികൾ ഒരായുസ് കൊണ്ട് തീരും. ഒരുപക്ഷെ അവൻ്റെ അവസാന കാലം വളരെ കഷ്ടവും പ്രയാസവുമായിരിക്കും. എന്നാൽ ആത്മാവിൽ വിതയ്ക്കുവാൻ തുടങ്ങിയാൽ ഒരുപക്ഷെ ചില കഷ്ടങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതിൻ്റെ മേലൊക്കെ നേരോടെ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ശക്തീകരിപ്പാനിടയായിത്തീരും. അതുകൊണ്ട് വാക്കിനാലും പ്രവൃത്തിയാലും നാവിനാലും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നന്മ മാത്രം ചെയ്യുവാൻ തക്കവണ്ണം നാം ശ്രമിക്കുക. പിന്നെയും ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം പഠിക്കുമ്പോൾ, ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. ഇന്ന് സഭകളിൽ, സമൂഹങ്ങളിൽ, കുടുംബങ്ങളിൽ മത്സരവും വ്യക്തി താൽപ്പര്യങ്ങളും വർദ്ധിച്ചു വരുന്ന കാലയളവിൽ മറന്നു പോകരുത്, നാം വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഒരുവൻ കാറ്റ് വിതച്ചാൽ കൊടുങ്കാറ്റ് കൊയ്യുവാനിടയായിത്തീരും. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നന്മ ചെയ്യുവാൻ, ദൈവത്തിന് കൊള്ളാവുന്നവരായി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.